മറ്റു വാർത്തയിലേക്ക്. തടവുകാരിൽ നിന്നും പണം കൈപ്പറ്റിയ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. വിജിലൻസ് മേധാവിയാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കൂടുതൽ അന്വേഷണം തുടങ്ങി. പരിശോധനയിൽ രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രദീപ് സി നെടുമൺ ചേരുന്നുണ്ട്. പ്രദീപ്, ഇവിടെ DIG വിനോദ് കുമാർ ജയിലിലെ തടവുകാരിൽ നിന്നും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിരുന്നു. അതിനുശേഷം അവർക്ക് അനധികൃതമായി പരോൾ അനുവദിച്ചിരുന്നു. മറ്റ് സുഖസൗകര്യങ്ങളൊക്കെ ജയിലിലെ തടവുകാർക്ക് നൽകിയെന്ന ആക്ഷേപമുയർന്നു. വിജിലൻസ് കേസെടുത്തു. പക്ഷേ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല. അതായത് ഉന്നതതലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ DIGയെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ വിജിലൻസ് മേധാവി സർക്കാരിന് ശുപാർശ ചെയ്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യാനാണ്. ഉടൻ നടപടി ഉണ്ടാകുമോ? ടോം, അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ DIG വിനോദ് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുവെന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. അതായത് ഡിസംബർ 17 വിനോദ് കുമാറിനെതിരെ ഇത്തരത്തിൽ വിജിലൻസ് കേസെടുത്തത്. അത് കൃത്യമായ നിരീക്ഷണത്തിനൊടുവിൽ ഇദ്ദേഹം പല തടവുകാരിൽ നിന്നും പണം വാങ്ങിയതായി, പരോളും നൽകുന്നതിനും മറ്റുമായി പണം വാങ്ങിയതായി തെളിവുകൾ ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമുണ്ട്. ഈ കാര്യത്തിലൊക്കെ കേസെടുത്തതിന് ശേഷം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു വരികയായിരുന്നു. അതിൽ ഒരു ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്നാൽ നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മുമ്പ് 2 തവണ സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ് വിനോദ് കുമാർ. അതും TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ ഒത്താശ ചെയ്തതിന് തന്നെയായിരുന്നു ആദ്യം ഒരു തവണ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നത്. ഇപ്പോഴും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ വിനോദ് കുമാറിനെതിരെ ഉയർന്നത്. കൊടിസുനി, അതുപോലെ അനൻസീത്ത തുടങ്ങിയ പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങി എന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ പേ വഴിയുള്ള പണമിടപാടിന്റെ നിരവധി വിവരങ്ങളും ലഭിക്കുകയുണ്ടായി. വിനോദ് കുമാറിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പോലും ഇങ്ങനെ പണം വന്നതായി തെളിഞ്ഞിരുന്നു. ഒരു മാസം മാത്രം വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് 35 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ എത്തിയതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി തെളിവുകൾ വിജിലൻസിന് ലഭിച്ചതിന് ശേഷം ആണ് അവർ കേസെടുത്തതും അന്വേഷണം ഊർജിതമാക്കിയതും. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും വിനോദ് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തെ നടപടിയെടുത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, അതായത് പ്രദീപ്, നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ഗുരുതരമായ അച്ചടക്ക ലംഘനത്തിനും നേരത്തെ നടപടി നേരിട്ടിട്ട് ഉദ്യോഗസ്ഥനാണ് വിനോദ് കുമാർ. അന്ന് സസ്പെൻഷനിലായിരുന്ന ഇദ്ദേഹം പിന്നീട് തിരിച്ചെത്തിയത് സുപ്രധാനമായ ചില ചുമതലകളിലേക്ക്, വകുപ്പുകളിലേക്ക്. അവിടെയും അഴിമതി നടത്തുന്നു, കൈക്കൂലി വാങ്ങുന്നു. ഈ ഒരു രീതിയിൽ സസ്പെൻഷൻ മാത്രം മതിയോ? കാരണം വിശദമായൊരു അന്വേഷണം ഏതൊക്കെ രീതിയിൽ, ആരിൽ നിന്നൊക്കെയാണ് വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയതെന്ന് കണ്ടെത്തണം. നേരത്തെ ഓം പ്രകാശ്, അതുപോലെ പുത്തമ്പാലൻ രാജേഷ് ഉൾപ്പെടെയുള്ള പ്രതികളുമായി, കൊടും ക്രിമിനലുകളുമായി വിനോദ് കുമാറിന് ബന്ധമുണ്ട്. അവരുടെ അടുപ്പക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു. ഇത്തരം കണ്ടെത്തലുകളൊക്കെ ഉള്ളതാണ്. എന്താണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന വിവരം? ഒരു വിശദമായ തന്നെ അന്വേഷണം ആവശ്യമല്ലേ ഈ കേസിൽ? ടോം, വിജിലൻസ് ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണമാണ് നടത്തി വരുന്നത്. കാരണം ഇത് വിനോദ് കുമാറിനെ ഇക്കാര്യത്തിൽ സഹായിച്ച നിരവധി ഉദ്യോഗസ്ഥരുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. ഇത് ചിലരെ കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. വിരമിച്ച ചില ഉദ്യോഗസ്ഥർ വിനോദ് കുമാറിന്റെ ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ചിരുന്നു. അവർ വഴിയാണ് വിനോദ് കുമാർ ഈ തടവുകാരിൽ നിന്നും പണം പറ്റിയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി തെളിവുകൾ തന്നെ വിജിലൻസിന് ലഭിച്ചതായാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ വന്നിരുന്നത്. കാരണം ജയിലിലെ വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ, ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ തടവുകാരെ വഴിവിട്ട് സഹായിക്കുക എന്നത് വളരെ അതീവ ഗൗരവമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സർക്കാരും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അടുത്തു തന്നെ ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ ഉണ്ടായേക്കും. തന്നെയുമല്ല, അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചും വിശദമായ അന്വേഷണത്തിനാണ് മുതിരുന്നത്. ഇക്കാര്യത്തിൽ മുമ്പ് ഇന്റലിജൻസ് വിഭാഗവും വിനോദ് കുമാറിനെതിരെ പല അന്വേഷണങ്ങളും നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ജയിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ വിനോദ് കുമാർ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം സസ്പെൻഷൻ ലഭിച്ചതിന് ശേഷം ചില ഭരണപക്ഷ സംഘടനകളുടെ മറ്റ് സഹായത്തോടെയാണ് അദ്ദേഹത്തിന് പിന്നീട് സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ജയിൽ ആസ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ DIG ആയി നിയമിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഇരുന്നും ആ തസ്തിക ഉപയോഗിച്ചുകൊണ്ട് വഴിവിട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നത് അതീവ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. ടോം, പക്ഷേ സർക്കാർ അങ്ങനെ ഈ വിനോദ് കുമാറിനെ കൈവിടുമോ? നമുക്കറിയാം, TP കേസിലെ പ്രതികൾക്ക് അന്യായമായി പരോൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും CPMന്റെ രാഷ്ട്രീയ തടവുകാർക്ക് സഹായം നൽകുന്നു, വഴിവിട്ട സഹായങ്ങൾ വിനോദ് കുമാർ നൽകുന്നെന്ന ആക്ഷേപമൊക്കെയുള്ള സാഹചര്യത്തിൽ
ഈ പോലീസ് ഉന്നതനെ സംരക്ഷിക്കാൻ സർക്കാർ മുതിരുമോ അതോ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് നീങ്ങുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത് പ്രദീപ്? തീർച്ചയായും അത്തരം നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സംരക്ഷണം വിനോദ് കുമാർ ഇനി നൽകുക സാധ്യമല്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വിനോദ് കുമാറിനെതിരെ അതിശക്തമായ തെളിവുകൾ തന്നെയുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് കൂടുതലും. ഗൂഗിൾ പേ വഴി പണം ഇടപാട് നടത്തിയതിന്റെ തെളിവുകളുണ്ട്. ഇത്തരത്തിൽ നിർണായക തെളിവുകളുള്ള സാഹചര്യത്തിൽ വിനോദ് കുമാറിനെ ഇനി സംരക്ഷിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഉന്നതർക്കുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിജിലൻസ് സ്വമേധയാ കേസെടുത്തിട്ടും അതിനുശേഷവും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് ഏതാനും ദിവസങ്ങളായി തുടർന്ന് വരികയുണ്ടായിരുന്നു. ഡിസംബർ 17 കേസെടുത്ത ശേഷം ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ വിജിലൻസ് മേധാവി തന്നെ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സർക്കാരിനെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. ഇപ്പം വ്യക്തമാണ്. പ്രദീപ് സി നെടുമണാണ് വിവരങ്ങൾ നൽകിയത്. തടവുകാരിൽ നിന്നും പണം കൈപ്പറ്റിയ ജയിൽ DIG MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് മേധാവിയാണ് സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും കൂടുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.